അവിടെ ശ്രീ സന്തോഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിപക്ഷവുമായി നിരന്തരമായ പ്രശ്നത്തിലാണ്. ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണം എന്ന ആവശ്യം തന്നെ പ്രതിപക്ഷം പലവട്ടം ഉയർത്തിയിട്ടുണ്ട്. അതിന് നീക്കങ്ങൾ നടത്തുന്നുണ്ട്. SIR-മായി ബന്ധപ്പെട്ട് വലിയ ഏറ്റുമുട്ടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടുണ്ട്. വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച് കർണാടകയിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഗാന്ധി ജ്ഞാനേഷ് കുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ പോരാട്ടത്തിലാണ്. ഇതിനെ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത സംവിധാനമാക്കി ചിത്രീകരിക്കുന്നതും നമ്മുടെ മുഴുവൻ ജനാധിപത്യ സംവിധാനത്തിന്റെ അന്തസത്തയെ ബാധിക്കുന്നതല്ലേ? അല്ല അഭിലാഷ്, അത് അങ്ങനെയല്ല. അത് BJP ഉണ്ടാക്കുന്ന വളരെ തെറ്റായ ഒരു നരേറ്റീവാണ്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഘടന തന്നെ, അതിനെ അപ്പോയിന്റ് ചെയ്യുന്ന സംവിധാനം തന്നെ മാറ്റിമറിച്ചു എന്ന ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഊന്നി പറയേണ്ടത്. നരസിംഹറാവുവിൻ്റെ കാലത്ത് ഇലക്ഷൻ കമ്മീഷനകത്ത് കൂടുതൽ അംഗങ്ങളെ നിശ്ചയിക്കാൻ തീരുമാനിച്ചപ്പോൾ TN ശേഷൻ സുപ്രീം കോടതിയെ സമീപിക്കുകയും, ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെയല്ല, സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് അന്ന് അനുകൂലമായി നിൽക്കുകയും ചെയ്തു. അതിനകത്ത് അംഗങ്ങളുടെ എണ്ണം കൂട്ടുക എന്ന് പറയുന്നതിന് അത് അതിൻ്റെ ശക്തി കുറക്കുന്ന ഒന്നാണ്, കരുത്ത് കുറക്കുന്ന ഒരു വാദമായിരുന്നു TN ശേഷൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സംഭാവനകളെയും നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ആ കാര്യത്തിൽ സുപ്രീം കോടതി പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നമ്മൾ നിന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ കൂടുതൽ ആളുള്ളൊരു ബോഡി ആയിട്ട് വന്നു. CEC ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നു, ബാക്കിയുള്ളവരും ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. ആ സംവിധാനം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അതിനെ ഗവൺമെൻറ്റിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഏജൻസിയാക്കി മാറ്റിയുമുള്ളതാണ് ഒരു കാര്യം. നമ്മൾ നോക്കൂ, 2019 ഇലക്ഷൻ നടന്നപ്പോൾ അമിത്ഷായും അതുപോലെ ശ്രീ നരേന്ദ്രമോദിയും ഒക്കെ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ വലിയ വയലേഷൻ നടത്തി എന്ന പ്രശ്നത്തിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ ഫലപ്രദമായി ഇടപെട്ട് വേണ്ടതുപോലെ അല്ല ചെയ്തത് എന്നതിൻ്റെ പേരിൽ ഡിസെൻഡിങ് നോട്ട് എഴുതിയ ആളാണ് അന്നത്തെ കമ്മീഷണറായിരുന്ന അശോക് ലവാസ. അദ്ദേഹം രാജിവെച്ച് പോയി. അപ്പോൾ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു കമ്മീഷണർ തന്നെ BJP ഗവൺമെൻറ് കാലത്ത് രാജിവെച്ച് പോകുന്ന സ്ഥിതി ഉണ്ടായി. നമ്മൾ അതുമുതൽ ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ തികച്ചും ഏകപക്ഷീയമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലത്തിനുള്ളിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞ ഏതെങ്കിലും ഒരു നിർദ്ദേശം, ഞാൻ പറയുന്നു, ഇപ്പോൾ കോൺഗ്രസ് ദീർഘകാലം ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ്, ഞങ്ങൾക്കുമൊക്കെ പാർട്ടി വലിയ പാർട്ടിയൊന്നും അല്ലെങ്കിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ അധികാരം കൈകാര്യം ചെയ്യുന്നതിൻ്റെയും മറ്റു രീതിയിലുള്ള അനുഭവങ്ങളുണ്ട്. ഇത്രയധികം ബൃഹത്തായ ഒരു പ്രതിപക്ഷം വരെ ഇന്ത്യയിലിരിക്കുന്നു. ഒരു 60% വോട്ടർമാരുടെ പിന്തുണ ഈ പാർട്ടികൾക്കെല്ലാം കൂടെ ഉണ്ടെന്ന് കണക്കായിക്കോളൂ. സാമാന്യം ഞാൻ അതിൻ്റെ ഇതിൽ ഇത്രയും വലിയ പാർട്ടികളെ ജനസഞ്ചയത്തെ പ്രതിനിധാനം ചെയ്യുന്ന, വോട്ടർമാരെ പ്രതിനിധാനം ചെയ്യുന്ന ഇത്രയധികം പ്രതിപക്ഷ പാർട്ടികളുള്ള നമ്മുടെ നാട്ടിൽ ആ പാർട്ടികൾ, ആ അലയൻസിൻ്റെ പേരൊക്കെ എന്തോ ആവട്ടെ, ഈ പാർട്ടികൾ പറഞ്ഞ ഏതെങ്കിലും ഒരു നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ഈ കാലത്തുള്ളിൽ സ്വീകരിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ഈ ആളുകളെല്ലാം തന്നെ അത്രയും ജനാധിപത്യത്തെക്കുറിച്ച് ധാരണയില്ലാത്തവരായതുകൊണ്ടാണോ? ഞാൻ വ്യക്തിപരമാർത്ഥത്തിലല്ല പറയുന്നത്, ഞങ്ങളെല്ലാം പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾക്ക് ഈ സംവിധാനത്തെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണോ? ജ്ഞാനേഷ് കുമാറിനെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ എലിവേറ്റ് ചെയ്യപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ടീം, അവർക്ക് മാത്രമായിട്ടാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണോ? ഞാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ആധികാരികതയോ 324 അനുസരിച്ച് അതിനുള്ള പവറിനെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ സുപ്രീം കോടതി പല ഘട്ടങ്ങളിലും ഉയർത്തിപ്പിടിച്ചതാണ്. ഇപ്പോൾ ഗുജറാത്ത് ഇലക്ഷൻ നേരത്തെ 6 മാസത്തിനുള്ളിൽ തന്നെ നടത്തണമെന്ന് പറയുന്ന അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ വാശിയെ BJPയുടെ ഗുജറാത്ത് ഘടകം വാശി പിടിച്ചപ്പോൾ അതിന് സുപ്രീം കോടതിയിൽ പോയി അതല്ല 324 ആണ് നിൽക്കുക എന്ന വിധി വരെ സംഭവിച്ച ചരിത്ര ഇലക്ഷൻ കമ്മീഷനുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കും. ആ ഇലക്ഷൻ കമ്മീഷൻ്റെ എല്ലാ ആധികാരികതയും അംഗീകരിക്കുമ്പോഴും എന്തെങ്കിലും ഒരു നിർദ്ദേശം ഇത്രയധികം പറഞ്ഞിട്ട് സ്വീകരിച്ചോ? എന്തെങ്കിലും ഒരു കാര്യമായ യോഗം ചേർന്ന് എന്തെങ്കിലും ഒരു നിർദ്ദേശം സ്വീകരിക്കുന്ന സ്ഥിതി ഉണ്ടായോ? എത്ര തവണ കാണാൻ ശ്രമിച്ചു? ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പോലും ജനപ്രതിനിധികൾക്ക് പോലും ഇലക്ഷൻ കമ്മീഷനെ കാണുകയോ സമയമെടുത്ത് ചർച്ച ചെയ്യാനോ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് ജ്ഞാനേഷ് കുമാറിൻ്റെ ചെയ്തികൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ ഇംപീച്ച്മെൻറ്റ് മോഷനുള്ള നോട്ടീസ് സെർവ് ചെയ്തത്. അത് ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. എഗെയിൻ ഇപ്പോൾ ഒരു ഫ്രഷ് സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇന്നലെയായിട്ട് അതിൻ്റെ പ്രക്രിയ ആരംഭിച്ചു. അതുമായിട്ട് മുന്നോട്ട് പോകാതെ രക്ഷയില്ലാമുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിശ്വാസ്യത നിലനിർത്തുന്ന തരത്തിൽ അത് പ്രവർത്തിച്ച് ബോധ്യപ്പെടുത്തണം. ഇവിടെ തന്നെ ഇപ്പം എന്താണ് നമ്മുടെ ആകെ ഈ ഡിബേറ്റിൻ്റെ രത്നച്ചുരുക്കം എന്താണ്? ഇരട്ട നീതി കാണിക്കുന്നു. ശ്രീ റെജി ലൂക്കോസ് ചില കാര്യങ്ങൾ പറഞ്ഞ് ചരിത്രത്തിലേക്ക് പോകാൻ ശ്രമിച്ചു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആരാണ് കണ്ടഹാർ എന്നുള്ള വിമാനം രാജ്യ ആളുകളൊക്കെ അത് വിട്ടുകൊടുത്തിട്ട് അവർ പറഞ്ഞ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഭീകരവാദികളെ വിട്ടുകൊടുത്തപ്പോൾ ആരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്? ആ കാര്യങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ പോകണ്ട, ചരിത്രം ഇരിക്കട്ടെ. ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രി ഈ ദേശീയ പതാക പിറകിൽ വെച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന, ദൂരദർശനിലൂടെ ഇതിലൂടെ നടത്തിയിരിക്കുന്ന ഈ പ്രസംഗത്തെ ആർക്കെങ്കിലും ന്യായീകരിക്കാൻ കഴിയുമോ?
അതിനുത്തരാണല്ലോ പ്രധാനപ്പെട്ടത്. മറ്റ് വിഷയങ്ങളിലേക്ക് പോയാൽ നമുക്ക് 1 മണിക്കൂർ തീർക്കാൻ പറ്റാതെ പോകും. അതുകൊണ്ട് ഞാൻ ശ്രീ അഭിലാഷ് പറഞ്ഞതിനോട് എൻ്റെ ഉത്തരം ഇങ്ങനെയാണ് ചുരുക്കത്തിൽ. അങ്ങനെ ഒരു ഫോൾസ് ടെറേഷൻ ഉണ്ടാക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയാണ് ഇലക്ഷന്റെ പൊതുവിശ്വാസ്യതയുടെ കാര്യം. അതിനെ തകർക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി.